ഒരേ ചട്ടിയിൽ പല വെറൈറ്റീസ് നടരുത്. അത് നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നടുന്ന രണ്ട് വെറൈറ്റി ഒരേ വളർച്ചയുള്ളതും ഒരേ ലീഫ് വീതിയൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും. ഇതിപ്പോൾ ഇത് ഫ്രാങ്കിസ് റെഡ് എന്നാണ് വെറൈറ്റിയാണ്. ഇത് വളരെ വണ്ണം കുറഞ്ഞൊരു അതിൻ്റെ ലീഫൊക്കെ ഉണ്ടോ വളരെ വണ്ണം കുറഞ്ഞ ചിലപ്പം കട്ടി ഉരുണ്ട ടൈപ്പൊക്കെ ഉരുണ്ട സ്ക്വയർ ടൈപ്പൊക്കെ ഇത് ഇത്തിരി കട്ടി കൂടിയ ടൈപ്പൊക്കെ ഇരിക്കും. പക്ഷെ ഇതിനിടയിൽ കിടന്ന് ഞെരുങ്ങുന്നു കണ്ട. അപ്പോൾ അങ്ങനെ പല വെറൈറ്റീസ് അങ്ങനെ നടുന്നത് എപ്പോഴും ഓരോ വെറൈറ്റീസ് ഒരേ പോട്ടിൽ തന്നെ നടുന്നതായിരിക്കും അഭികാമ്യം. അല്ലെങ്കിൽ അതിൻ്റെ ദോഷങ്ങളുണ്ട്. ഇതാണ് ഭയങ്കര മുള്ളുള്ളൊരു വെറൈറ്റിയാണ്. ഇത് മറ്റേ വേറെ ഇതിൻ്റെ ഇടയിൽ നട്ട് കഴിഞ്ഞാൽ അത് ഞെരുങ്ങി അത് കേടാവാൻ സാധ്യതയുണ്ട്. ശരിക്കും വളർച്ച കിട്ടില്ല. ശരിയായ വളർച്ച കിട്ടണമെങ്കിൽ അതിനെല്ലാം ഓരോന്നും സെപ്പറേറ്റ് വെറൈറ്റീസ് ഓരോ പോട്ടിൽ തന്നെ നടണം. നോക്കുന്നത് ഇതെല്ലാം നമ്മളിപ്പോൾ പല വെറൈറ്റീസാണ് ഓരോ പോട്ടിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദോഷങ്ങളിപ്പോൾ ഉണ്ട്. ഇത് തിക്കിങ് എന്ന് പറഞ്ഞ വെറൈറ്റി ഇതൊക്കെ വണ്ണം കുറഞ്ഞ ഇതാണ് തിക്കിങ്. അപ്പോൾ ഇതിനൊക്കെ ഇത് ഫ്രാങ്കിസ് റെഡാണ്. ഇത് സെപ്പറേറ്റ് നട്ടപ്പോൾ അതിന് കുറച്ചൊരു ഗ്രോത്തൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ അതിലെല്ലാം വേറെ വേറെ വെറൈറ്റീസ് എപ്പോഴും ഒന്നിച്ച് നടരുത്. ഇത് ബേബി സിറാഡോ എന്നാണ് വെറൈറ്റിയാണ്. ചെറിയ ഫ്രൂട്ടാണ്. ഫ്രൂട്ടിലൊക്കെ ചെറുതായിട്ട് മുള്ളുള്ള രോമുള്ള ടൈപ്പാണ്. നല്ല മധുര സ്വീറ്റാണത്. പക്ഷെ അതൊക്കെ വേണ്ട ഇതെല്ലാം കൂടി ഒന്നിച്ച് കണ്ടിട്ട് നമ്മൾ വണ്ണം കൂടിയ പ്ലാന്റിൻ്റെ ഇടയിൽ വണ്ണം കുറഞ്ഞ് നോക്കി അതിൻ്റെ ഇടയിൽ കിടന്ന് എരിഞ്ഞു പോകും. അത് വളർച്ച ഉണ്ടാവില്ല. അത് ലിസ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് വണ്ണം കുറഞ്ഞ അധികം വണ്ണമില്ലാത്തൊരു പ്ലാന്റാണ്. നല്ല ഫ്രൂട്ടാണ്. ഏതാണ്ട് ഒരു 300-350 ഗ്രാം വരും. നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഫ്രൂട്ടാണ് ഇതിന് ഇട്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ഉണ്ടായതാണ്. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല. ഇത് ക്രോസ് പോളിനേഷനാണിത്. ഞാനിപ്പോൾ ഇത് വേറെ ഫ്ലവർ എടുത്തിട്ട് ക്രോസ് പോളിനേഷൻ ചെയ്തതാണിത്. അങ്ങനത്തെ വലിപ്പമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില ഇതും കൂടി ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്ത് നട്ടതിൻ്റെ പേരിലേ ഒക്കെ വളരാനൊക്കെ ചില കമാന്തങ്ങൾ ചെറുതൊക്കെ. ഇത് കോസ്മിക് ചാർലിയാണത്. കോസ്മിക് ചാർലി ചെറിയ ചെറിയ മുള്ളുള്ള അതിന് വലിയ മുള്ളൊന്നുമില്ല. ഇതിനും അധികം വീതിയില്ലാത്ത ലീഫാണ് ഇതില്ല. ഇത് ഇതിൻ്റെ ഇടയിൽ പെട്ട് കിടക്കുക. അങ്ങനെ ഓരോന്ന് പെട്ട് കിടക്കുന്നു. ഇതാണ് ഈ നേരത്തെ പറഞ്ഞ ബേബി സിറാഡോ. റംബൂട്ടാൻ്റെ മുള്ളുമാരിയുള്ള മുള്ള അതിൻ്റെ പുറത്തുണ്ടാവും. ചെറിയ ഫ്രൂട്ടാണ്, ഉള്ളിൽ വെള്ളയാണ്, നല്ല സ്വീറ്റാണ്. ഇതിനൊക്കെ ഇനി സെപ്പറേറ്റ് വേറെ വേറെ ചട്ടിയിലാക്കണം. ഓരോന്ന് വെറൈറ്റി ഓരോ ചട്ടിയിലാക്കിയാൽ മാത്രമേ ശരിയായ വളർച്ച കിട്ടുള്ളൂ. ഇത് ആണ് സൈനസ് പീനാസ്. അത് തൊട്ട് മുള്ളില്ലാത്ത വെറൈറ്റി. അതൊക്കെ ഇത്തിരി കോസ്റ്റ്ലി വെറൈറ്റികളാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്താണ്. അതേ ഗ്രാഫ്റ്റിംഗ് പിടിച്ച് വരുന്നുള്ളൂ. അത് ഒന്നിച്ചാൽ നിൽക്കണം. ഇത് G2 എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. G2 തോമസൺ. അതും മുള്ളു കുറവാണ്. കണ്ടോ G2 തോമസൺ. ഇത് നല്ല സ്വീറ്റ് വെറൈറ്റിയാണ്. അതുപോലെ ഇത് ആണ് അമേരിക്ക അമേരിക്കയിലെ ബ്ലാക്ക് ആഫ്രിക്കൻ എന്ന് പറഞ്ഞു. ബ്ലാക്ക് ആഫ്രിക്കൻ വെറൈറ്റി. ഇതൊരു സ്ക്വയർ ടൈപ്പാണ്. ചിലപ്പോൾ കണ്ടാവും നല്ല കട്ടിയിലുള്ളതിൻ്റെ നല്ല കട്ടിയാണ്. വേറൊരു ടൈപ്പാണ് എൻ്റെ ലീഫൊക്കെ. ഉണ്ട് സ്ക്വയർ ടൈപ്പ്. ചിലപ്പോൾ സ്ക്വയറായിട്ട് 4 സൈഡ് വരും, ചിലപ്പോൾ 3 സൈഡ് വരും. 4 സൈഡ് 3 സൈഡൊക്കെ ഉണ്ടാവും. നല്ല കട്ടിയമായിരിക്കും. ഇതാണ് ഇത് ട്രീസായിട്ട് ഭയങ്കര മുള്ളാണ്ട്. കമ്പി വാരിയൊക്കെ മുള്ളാണ് അതൊക്കെ. ട്രീസ ഇതൊരു പൗഡർ കോട്ടിങ് ഉണ്ടാകുന്നുണ്ട്. അതിനൊരു വെളുത്ത പൊടി മാതിരി ഉണ്ടാവും. ഇത് മുള്ളാണ്. പൗഡർ കോട്ടിങ്ങാണ്. അത് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രകൃതിയാണ് കൊടുത്തിട്ടുള്ളൊരു ഇതാണ്. നല്ല കട്ടിയുള്ള തണ്ടാണ് ഇതിനാണ്. ഇതിൻ്റെ ഇടയിലൊന്നും വേറെ വെറൈറ്റി നടാൻ പറ്റില്ല. ഇതിനൊക്കെ ശരിക്കും ഇതിൻ്റെ മാത്രം തന്നെ നടാൻ പാടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ എക്രോപ്പലോരൊക്കെ നട്ടിരിക്കുന്നത്. എക്രോപ്പലോരൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഞെരുങ്ങണം. ഇതാണ് എക്രോപ്പലോര. അതിന് വണ്ണം കുറഞ്ഞതുണ്ടാവും. വണ്ണം കുറഞ്ഞ ലീഫാണ് എക്രോപ്പലോരയുടെ. വണ്ണം കുറഞ്ഞ ലീഫാണ്. ഇതൊക്കെ സെപ്പറേറ്റ് നടേണ്ടതാണ്. എക്രോപ്പലോരൊക്കെ വേറെ വേറെ വീട്ടിൽ നടണം. ഒന്നിച്ച് നടാൻ പാടില്ല. പല വെറൈറ്റീസ് എപ്പോഴും ഒരു അബദ്ധം പറ്റിയതാണ്. വേറെയില്ലാന്നുണ്ട്. ഇനി ശ്രദ്ധിക്കണമല്ല. ഇത് ഓരോ വെറൈറ്റി എപ്പോഴും ഓരോ പോട്ടിൽ തന്നെ നടുന്നതായിരിക്കും എപ്പോഴും അധികാമില്ല. എന്നാലേ അതിന് ശരിയായ വളർച്ച കിട്ടുള്ളൂ. ഫ്രാങ്കിസ് റെഡ് ഉണ്ട്. അതിനൊക്കെ ഇറുക്കിൽ വണ്ണമുള്ളൂ. ചെറിയൊരു വണ്ണം നമ്മുടെ ഒരു വിരലിൻ്റെ വണ്ണം ഇതിലിപ്പോൾ കാണുള്ളൂ.
മാക്സിമം കുറച്ച് വെള്ളം കൂടിയ കുറച്ചും കൂടി വീതി വയ്ക്കും. മാക്സിമം ചെറിയൊരു വീതി വയ്ക്കും, 1 ഇഞ്ച് വീതി വയ്ക്കും മാക്സിമം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഇതിൻ്റെ കടഭാഗത്ത് ഇത്ര വണ്ണമുണ്ട്, കടഭാഗത്ത് നമുക്ക് ഇത്രയായി. അങ്ങനെ ഫ്രാങ്കിഷ് റെഡ്, ഇതും നല്ല സ്വീറ്റുള്ള വെറൈറ്റിയാണ്. ഇത് ഇതുവരെ ഇവിടെ കായ ഉണ്ടായിട്ടില്ല. ഏകദേശം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. അതിന് ഡാർക്ക് സ്റ്റാർ, ഇതിന് മുള്ളു കുറവാണ്. ഡാർക്ക് സ്റ്റാർ ഇത് പൊന്നിച്ചെക്കണല്ല, ഡാർക്ക് സ്റ്റാർ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നല്ല സ്വീറ്റാണ്. ഏതാണ് മുന്തിരിയുടെ ടേസ്റ്റാണ് ഇതിൻ്റെ ഫ്രൂട്ടിന്. മുന്തിരി നമ്മുടെ സ്വീറ്റ്ലെസ് മുന്തിരിയുടെ ചെറിയൊരു ടേസ്റ്റുള്ള വെറൈറ്റിയാണ്. ഇതും പിന്നെ S9 എന്ന് പറയുന്ന വെറൈറ്റി ഉണ്ട്, അതും ഒക്കെ അതേമാതിരി ടേസ്റ്റുള്ളതാണ്. ഇതാണ് ഒബിയൻസ് ഡോക്ടർ എന്നാണ് വെറൈറ്റി. ഒബിയൻസ് ഡോക്ടർ ഇവരുടെ വീട് ഒബിയൻസ് ഡോക്ടർ ഒബിയൻസ് ഡോക്ടർ എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അപ്പോൾ അതും ആയിട്ടില്ല, ഇതിപ്പോൾ ഒരു വർഷം ആവണുള്ളൂ. ഇതൊക്കെ ഇത്തിരി സ്ലോ ഗ്രോത്താണ്. ഇതൊക്കെ ഗ്രാഫ്റ്റിംഗ് വെറൈറ്റീസ് ഉണ്ട്, എല്ലാം ഗ്രാഫ്റ്റിംഗ് ആണ്. തിക്കിങ് എന്ന് പറഞ്ഞാൽ തിക്കിങ് അത് വണ്ണം കുറഞ്ഞ കമ്പണല്ല, വണ്ണം കുറവാണ്. തിക്കിങ് എന്ന് പറയുന്നത് ഏതാണ്ട് എക്രോപലോറയുടെ മരത്തെ ഫ്രൂട്ടാണ്. പുറമേ മുള്ളുള്ള ഫ്രൂട്ടാണ്, പക്ഷെ പുറമേ റെഡാണ്. എക്രോപലോയുടെ പുറമേ യെല്ലോ ആണ്, ഇത് റെഡ് കളറായിരിക്കും. ചെറിയ രോമങ്ങൾ എക്രോപലോയുടെ മരിയുള്ള ചെറിയ മുള്ളുകൾ രോമൊക്കെ ഇത് നമ്മളുണ്ടാവും. ഫ്രൂട്ടിൻ്റെ ഉള്ളിലും വെള്ളയാണ്. നല്ല സ്വീറ്റുള്ള വെറൈറ്റിയാണ് കേട്ടോ, നല്ല സ്വീറ്റാണ്. ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് ഫ്രാങ്കിഷ് റെഡ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്താണ്. നമ്മുടെ റെഡ് ജൈനേമ ഗ്രാഫ്റ്റ് ചെയ്താണ്. റെഡ് ജൈനയാണ് അതിൻ്റെ റെഡ് ജൈനേമ നമ്മളത് ഫ്രാങ്കിഷ് റെഡ് ഒന്ന് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കിയാണ്, നന്നായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇത് ഫ്രാങ്കിഷ് റെഡാണ്. ഇത് ബ്ലാക്ക് ആഫ്രിക്കനാണ്. ഇതാണ് ലെമൺ യെല്ലോ എന്നും പറയും, ലെമൺ ഓറഞ്ച് എന്നും ഇതിന് പേര് പറയുന്നുണ്ട്, ലെമൺ യെല്ലോ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് നല്ല സ്വീറ്റാണ്, നല്ല വെറൈറ്റിയാണ്. പക്ഷേ ഇതൊക്കെ സ്ലോ ഗ്രോത്തുള്ള വെറൈറ്റീസൊക്കെ അധികവും ഗ്രാഫ്റ്റ് ചെയ്തതല്ല കേട്ടോ. ഇത് ഡയറക്റ്റായിട്ട് കമ്പ് നട്ടിട്ടുള്ളതാണ്. ഇതിപ്പോൾ 1.5 വർഷമായിട്ട് ഇത്ര വളർച്ചയുള്ളൂ. ഇത് ആകെ 2-3 കൊമ്പ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യേണ്ടതാണ് ശരിക്കും. ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് വരുള്ളൂ. ഇത് ലെമൺ യെല്ലോ, അത് ഇതുവരെ ഫ്രൂട്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇത് ഇസ്രേലിയല്ലോ, ഇത് അതിൻ്റെ ഇടയിൽ കിടക്കുന്നത് ഇസ്രേലിയല്ലോ. ഇതൊക്കെ ഒത്തിരി വീതിയുള്ള ഇതാണ്, ഇതിനൊക്കെ നല്ലോണം വീതിയുള്ള ഇതാണ് ഇസ്രേലിയല്ലോ. ഇത് എക്രോപലോറ ഗ്രാഫ്റ്റ് ചെയ്താണ്. 3 ബ്രാഞ്ചസ് വരുന്നുണ്ട് എക്രോപലോറ. ഇത് ഒരു പഴയ വെറൈറ്റി ആയിരുന്നു. ഇത് ആമസോണിൽ മേടിച്ചൊരു പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടായില്ല, ഫ്രൂട്ടിൻ്റെ ടേസ്റ്റ് ഉണ്ടായപ്പോൾ അത് കളഞ്ഞിട്ട് അതിനെല്ലാം കളഞ്ഞിട്ട് ഗ്രാഫ്റ്റ് ചെയ്താണത്. എക്രോപലോറ ഗ്രാഫ്റ്റ് ചെയ്താൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് 2-3 മാസം ആവണുള്ളൂ എക്രോപലോറ. അപ്പോൾ അതിനുള്ളിൽ ഇതിപ്പോൾ ഡേറ്റ് വയ്ക്കാറ് 8/6/25. ഇപ്പോൾ 18/8/25. 2-3 മാസം ആവണുള്ളൂ ഇതൊക്കെ. ഇതാണ് ഫ്രാങ്കിഷ് റെഡിൻ്റെ ഇടയിൽ കിടന്ന് ഞെരുങ്ങുന്നുണ്ട്. ഇത് 1.5 കൊല്ലമായതാണ്. പക്ഷെ അതിന് വളർച്ച ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നു. വളരെ വണ്ണം കുറഞ്ഞൊരു കമ്പാണ് ഫ്രാങ്കിഷ് റെഡ്. നല്ല സ്വീറ്റ് വെറൈറ്റിയാണ് അത്. പക്ഷേ ഞാനിതെല്ലാം മാറ്റി സെപ്പറേറ്റ് ആക്കണം, അതൊക്കെ അങ്ങനെ ശരിയാവുള്ളൂ. ഇതിലൊരു മുട്ടിട്ടുണ്ട്, ഇതിലൊരെണ്ണം. ഇത് ഒരെണ്ണം മുട്ടിട്ടുണ്ട്. ഇത് തായ്വാൻ പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്ത് നന്നായിട്ട് വരുന്നുണ്ട്. തായ്വാൻ പിങ്ക് ഗ്രാഫ്റ്റ് ചെയ്താണ് വരുന്നത്. H40 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. അത് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിടിച്ചിട്ടില്ല. പിന്നെ ഉള്ള വെറൈറ്റി റെയിൻബോ എന്ന് പറഞ്ഞ വെറൈറ്റി.